ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, മമ്മൂട്ടി കമ്പനി ആൻഡ് മമ്മൂട്ടി ആള് പനിയാണ്. കാരണം 7 മണിക്ക് വരും എന്ന് പറയും. കൃത്യം ടൈം കറക്റ്റ് 7 മണിക്ക് സാധനം അവർ പുറത്തു വിട്ടിട്ടുണ്ട്. 1 മിനിറ്റ് 17 സെക്കൻഡ് ആണുള്ളത്. ഇപ്പോൾ ജസ്റ്റ് 5 മിനിറ്റ് ആയി 5000 വ്യൂവിന്റെ മേലെ പോയി, 5600 ആയി. കണ്ടു നോക്കാം. റെഡി. നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്താ ക്യാമറ എങ്ങനെ? പ്രശ്നം ഉണ്ടാവുമോ? അയാൾ വയലന്റ് ആയി നമ്മളെ ഉപദ്രവിക്കാൻ വല്ലതും വന്ന മാക്സിമം അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഫസ്റ്റ് മൂമെന്റ് ഏകദേശം ഒരു ലെഫ്റ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടു. നെഞ്ചിന്റെ കീഴെ ഒരു പഞ്ച്, ആള് കുനിയും, ഇങ്ങനെ വളയും. വളയുമ്പോ ഒട്ടുകൊണ്ടൊരു ചാമ്പ് പൊന്തി വരും. 2 കൈയും പിടിച്ച് ചെവിക്കിട്ടു, കണ്ണിന്ന് പൊന്നി വെച്ച് പറക്കും. ഒരു റൈറ്റ് പഞ്ച്, അപ്പർ കട്ട്, പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു കഴിയും. മനസ്സിലായ? മനസ്സിലായി. സാറൊന്ന് വീട്ടിൽ വന്നവരെയും ഇതുപോലെയൊക്കെയാണോ? അവർ വരും ഗുണ്ടകള. ഫൈറ്റ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് ഞാൻ മാനേജ് ചെയ്തു. ഇവൻ വെറും കൊണ്ട, നിനക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. കൊള്ളാട്ടോ, ഒരു സാധനം കേട്ടിട്ടാണ്. ഇവിടെ ആകെ ഒരു ഡൗട്ട്, ഞാൻ അത് പറഞ്ഞിട്ട് ബാക്കി പറയാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ വീഡിയോ എന്താണ് ഇങ്ങനെയെന്ന് മനസ്സിലാവുള്ളത്. അത് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം, ഹാൻഡ് ഹെൽഡ് ഷോട്ടാണ്. ആ സ്ഥലവും ഒക്കെ ഒരു എന്താ പറയാ, ഏതോ റൂം കറക്റ്റ് എങ്ങനെയൊന്നും പറയണ്ടല്ല, കറക്റ്റ് ഒരു ഇതൊന്നും പിടിക്കാതെ, ആ ഫ്രെയിമിംഗ് ഒന്നും കറക്റ്റ് ആകാതെ, വെറുതെ ഏതോ റൂമിൽ രണ്ടുപേർ നിന്ന് ആരോ ഒരാളെ നേരിടാൻ നിൽക്കുകയാണ്. അവിടെ നിന്നുള്ള സംസാരം, ആ ക്യാമറ മാത്രം കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു ഫീല്, ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന പോലത്തെ ഒരു സാധനം. പക്ഷെ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നിട്ടുള്ള ഇതിന്റെ പോസ്റ്റേഴ്സ് തന്നെ ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ പോസ്റ്ററിൽ നമുക്ക് എന്റെ പകുതി മാത്രം ഉള്ളായിരുന്നു. രണ്ടാമത് ഇന്നലെ തന്ന പോസ്റ്റർ കണ്ടില്ലേ, രണ്ടുപേരും നടന്നു വരുന്നത് തലേന്റെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അവരെ ചെറുതാക്കിയിട്ട് കുറച്ച് ദൂരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പോസ്റ്റൊക്കെയാണ്. അപ്പൊ ഒരു ഡിഫറൻസ് പിടിക്കാൻ വേണ്ടി ചെയ്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഡയലോഗ്, അതിന്റെ എല്ലാ ഹ്യൂമർ, ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ സൗണ്ടിങ് ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറയുന്ന രീതിയും കറക്റ്റ് ആ ചെവിയില് അടിക്കണ സ്ഥലത്തുള്ള ആ ഒരു മിക്സിംഗ് ഉണ്ടല്ലോ, സൗണ്ടിങ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഫുൾ കേൾക്കുന്ന സമയത്ത്. ആൻഡ് മമ്മൂട്ടി ഓഫ് കോഴ്സ് ഡയലോഗ് ഡെലിവറിയിൽ കിങ് ആണ്, കിങ്. എനിക്ക് തോന്നുന്നു അത്രയും ഗംഭീര ഡയലോഗ് ഡെലിവറി ഉള്ള മറ്റൊരു നടൻ മലയാളത്തിൽ മാത്രമല്ല, എന്റെ അഭിപ്രായത്തിലാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്നുള്ളൂ. ഒരു പക്ഷെ യൂണിവേഴ്സൽ മൂവിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറെ ആളുകളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത്രയും ഭയങ്കര കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉള്ള ഏത് ഡയലോഗ് പറഞ്ഞാലും, ഇപ്പൊ ഇവൻ അവര് ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഗുണ്ടകളല്ലേ അത് പറഞ്ഞ സാധനം. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ രണ്ടുപേരിലൊരു കോംബോ ഭയങ്കര അടിപൊളിയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മമ്മൂക്കയും നമ്മുടെ ഈ ഗോകുലും. ഗോകുല് എന്താണ് ഒരു ഗുണം എന്ന് വെച്ചാൽ, ഗോകുല് ഭയങ്കര നിഷ്കളങ്കനായിട്ട് നമുക്കൊരു നിഷ്കു കഥാപാത്രം പെട്ടെന്ന് ഫീൽ ചെയ്യും. മമ്മൂക്ക ഇവനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കേന്റെ അസിസ്റ്റന്റ് പോലത്തെ ഒരു ആളായിട്ടാണ് ഇവിടെ ഗോകുൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ മമ്മൂക്കേന്റെ കൂടെ നിന്ന് എല്ലാം പഠിക്കണം എന്നുള്ള രീതിയിൽ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ മമ്മൂക്കേന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ, പക്ഷെ കൂടുതലും അസിസ്റ്റന്റ് പോലത്തെ ഒരു സാധനമാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റിഗേഷൻ സാധനമാണല്ലോ. സോ ഇത് മമ്മൂക്ക ശരിക്കും ഒരു ഭയങ്കര പേടിത്തൊണ്ടരായുള്ള ഒരു കഥാപാത്രമാണ്. ഇന്റലിജന്റ് ആയിരിക്കാം, പക്ഷെ പേടിത്തൊണ്ടരായുള്ള കഥാപാത്രമാണ്. പണ്ട് വീട്ടിൽ കുറെ ഗുണ്ടകൾ വന്നൊക്കെ തള്ളി മറിച്ചിട്ടേക്കണത്, എന്നിട്ട് ഈ ഗോകുൽ പൊട്ടനെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏതോ ഒരാളെ നേടാൻ വേണ്ടി നിൽക്കുന്നത്. ഗോകുലിനെ പറഞ്ഞ് പറ്റിച്ച് നിൽക്കുക. കാരണം ഈ ഡയലോഗ് പറഞ്ഞു കേട്ട് നമുക്ക് ഇങ്ങനെ ദൂരത്തിലേക്ക്, വിജനത്തിലേക്ക് പറഞ്ഞിട്ടൊരു ശ്വാസം വിടലൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര രസമായി. കാരണം ഇത് ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഹ്യൂമർ, ആ രീതിയിലൊരു ഭയങ്കര എന്താ പറയാ, ഇൻവെസ്റ്റിഗേഷൻ കോമഡി എന്ന് പറഞ്ഞൊരു ജോണർ ഉണ്ടല്ലോ, ആ ജോണർ മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ മുമ്പൊക്കെ അതൊക്കെ അടയാളോ അങ്ങനെ ഏതൊരു സിനിമ വന്നൊക്കെയായിട്ട് ഒരു ചെറിയ നേരിയ ഓർമ്മ ഇവിടെ ഉണ്ട്. പക്ഷെ എന്റെ ഒന്നും ഓർമ്മയിൽ, അല്ലെങ്കിൽ ഞാനൊന്നും അങ്ങനെ ആസ്വദിച്ച് സിനിമ കാണാൻ തുടങ്ങിയതിനു ശേഷം അങ്ങനെ ഒരു മലയാളത്തിലൊരു സിനിമ എന്തായാലും ഇല്ല. ഹോളിവുഡിലും കൊറിയനൊക്കെ ഒരുപാട് സിനിമകളുണ്ട്, പക്ഷെ ഇതങ്ങനെ വന്നില്ല. കന്നഡയിലൊരു സിനിമയുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് ആ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ സിനിമ എടുക്കുന്നതൊക്കെ. അപ്പോൾ
ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ട്. ആ സിനിമ ഞാനും കണ്ടതാണ്. വെച്ച് നോക്കുമ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ കണക്ട് ആവുന്നുണ്ട്. അവിടെ ഒരു ലേഡിയാണ്, ഇവിടെ ഒരു പുരുഷനാണെന്നുള്ള മാറ്റങ്ങളൊക്കെ ഉള്ളൂ. ഇതിന്റെ കമന്റ്സ് നോക്കാം നമുക്ക്. കാരണം എനിക്കിതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, കാരണം മമ്മൂക്ക ഓഫ്കോഴ്സ് എല്ലാ സമയത്തും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണർ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഒരു കോമഡി, ഇൻവെസ്റ്റിഗേഷൻ, ഒരു കോമഡി സാധനം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഫീൽ ചെയ്യുന്ന ഈ ക്യാമറ എന്തെങ്കിലും ചെയ്തേക്കണെന്നാണ്. അത് ഹാൻഡ് ഹെൽഡ്, ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡ് ഹെൽഡ് ഷോട്ടാണ്. അത് ഇങ്ങനെ 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 ഇതാവുന്നുണ്ട്. മനഃപൂർവ്വം ചെറിയ ഷെയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഡിഫറെന്റ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാ ഷോട്ടുകളും അങ്ങനെ ആണെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ് 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ടീസറാണ് നമ്മൾ കാണുന്നത്. സോ ബാക്കിയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടാവാം. ഇവിടെ ആ സിറ്റുവേഷന് യോജിക്കുന്ന ഒരു പക്ഷെ അതായിരിക്കാം. അതിന്റെ ഡിഫറൻസ് കൊണ്ട്, ഒരു വെറൈറ്റി കൊണ്ട് ഒരു പക്ഷെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം BGM ഒക്കെ നല്ല രസമുണ്ട്. BGM, സൗണ്ട് മിക്സ് ഒക്കെ എന്താ രസം. സോ അവര് വെറുതെ ഒരു ലോക്കൽ പരിപാടി ചെയ്യും. അല്ലെങ്കിൽ ഗൗതം വാസുദേവമേനോനാണ്, പുള്ളിക്കാരന് പണി അറിയാത്തൊന്നുമല്ല. എത്ര സിനിമ ചെയ്തിട്ട് നമുക്ക് അറിയാം. സംഭവം ശരിയാണ്. ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞ പടം അവിടെ പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അതുമാതിരി കോപ്പിലെ പരിപാടി ആയി. എന്നിരുന്നാലും നമുക്കെന്നെ വെച്ചിങ്ങനെ പടം ചെയ്യുമ്പോൾ വെറുതെ അങ്ങനെ ഇങ്ങനെയും ചെയ്ത് തോന്നുന്നില്ല. അതിന് മമ്മൂട്ടിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ എന്താ സംഭവം. സോ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്യണത്. ഇതിന്റെ കമന്റിലേ ഇൻവെസ്റ്റിഗേഷൻ കോമഡി എന്നൊരു ജോണർ തന്നെ മലയാളത്തിൽ അപൂർവമാണ്. അപ്പൊ അതിനു മുമ്പ് വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ. അതൊരു മമ്മൂട്ടി പ്ലസ് ഗൗതം മേനോൻ സിനിമ കൂടി ആകുമ്പോൾ എക്സൈറ്റ്മെന്റ് ആൻഡ് ഫ്രഷ്നെസ് ഓൾ ദ വേ. ഞാൻ അതാ പറഞ്ഞ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കറക്റ്റ് എക്സാക്ട് അതിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് ഇവിടെ കമന്റിൽ വന്നിട്ടുള്ളത്. എന്താ ഈ എക്സൈറ്റ്മെന്റ് ആൻഡ് ഫ്രഷ്നെസ് എന്ന്, ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് കുറെ ആയിട്ട് ഇവിടുത്തെ ഒരു കോമഡി എന്ന് പറയുന്നത്, ഇപ്പോ തുറുപ്പുകാൻ സിനിമയിൽ പറയുന്ന കോമഡി ഉണ്ട്, അത് കുറച്ച് ഓവറായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം, അങ്ങനത്തെ കഥാപാത്രമാണ്. പക്ഷെ അവിടെ ചില സമയങ്ങളൊക്കെ എനിക്ക് കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രം ഇറ്റ്സെൽഫ് ഒരു കോമഡി കഥാപാത്രമായിരിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെ പോലെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു കഥാപാത്രം വെച്ചിട്ടുണ്ടാ കൂടെ വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്ന പൊട്ടത്തിലും മൊത്തം വിശ്വസിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമുണ്ട്. അത് ഇത്തരത്തിൽ നല്ല സൗണ്ടിങ്ങും നല്ല BGM-ഉം ഒക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് രസമാകും എന്നാണ് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ക്യാമറ ആ ക്വാളിറ്റി അവിടെ ഒരു എന്തോ ആയി കിടക്കുന്നുണ്ട്. മോശമാണെന്ന് പറയാൻ തോന്നുന്നില്ല. കാരണം ഈ സൗണ്ടും ഈ സാധനമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ആ സിറ്റുവേഷൻ അത് ഭയങ്കര രസമായിട്ട് വന്നേക്കാം. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്കത് പോസിറ്റീവായിട്ട് എടുക്കാനാണ് തോന്നുന്നത്. ഷെർലക് ടച്ചുള്ള ഹ്യൂമർ ഇൻവെസ്റ്റിഗേഷൻ റോൾ, അതെ, അത് ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു ഷെർലക് ഹോംസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കുറെ മുമ്പ് തന്നെ അത് അവര് റിവീൽ ചെയ്തിരുന്നു. അതല്ലാതെയും വന്നിരുന്നു. സോ ഷെർലക് ഹോംസ് സിനിമകൾ നമുക്ക് അറിയാലോ, ഭയങ്കര രസമാണല്ലോ പുള്ളിക്കാരന്റെ കാട്ടിക്കൂട്ടലുകൾ. അത്രമാത്രം അക്യുറേറ്റ് ആയിട്ടുള്ള സാധനം ആയിരിക്കും എന്നല്ല, എന്നാൽ അത് മമ്മൂട്ടി സ്റ്റൈലിൽ കാണുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മുൻപ് മമ്മൂക്ക ഒരു ഡിറ്റക്റ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്. 1989 അടയാളം സിനിമയിലായിരുന്നു. കാരണം അടയാളം, അടയാളം, യെസ് യെസ്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതും ഒരു ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രമായിരുന്നു. മമ്മൂക്കയും ഗൗതമനും ആദ്യമായി ഒരുമിക്കുമ്പോൾ അതും ഒരു മലയാളം സിനിമയ്ക്ക് വേണ്ടി സംഭവം വെറൈറ്റി തന്നെ ആകണമല്ലോ എന്നുള്ളത്. എല്ലാവർക്കും ഇതൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ്. ക്യാമറ പൊളിഞ്ഞു വീണേ. എല്ലാവർക്കും ഇതൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. ഇതും ഒരു വെറൈറ്റി ആയിട്ട് കണ്ടോളൂ. കുലുങ്ങിയാണ്ടില്ല അങ്ങനെ. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കുന്നു. സിനിമ വരട്ടെ, കാണാൻ നല്ല രസം ഉണ്ടാവുമെന്ന് തോന്നുന്നത്. ഈ ഒരു 1 മിനിറ്റ് കൊണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. മമ്മൂക്ക പൊളിക്കും.